ദീപിക എന്ന് പറയുന്ന സ്കൂൾ ടീച്ചറെ ഇവർ ഹസ്ബൻഡിന്റെ പേര് ലോകേഷ് എന്നാണ്. ഇവർക്ക് 8 വയസ്സുള്ള കുഞ്ഞുണ്ട്. 2024 ജനുവരി 20 ഇവർ സ്കൂളിലോട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ ഇവർ പോകുന്നത് സ്കൂട്ടർ എടുത്ത് ബസ് സ്റ്റോപ്പ് വരെ പോകും. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവർ ബസ് കയറിയിട്ടാണ് പോകുന്നത്. മറിച്ച് അന്നേ ദിവസം ബസ് കിട്ടാത്തത് കൊണ്ട് തന്നെ സ്കൂട്ടറുമായി നേരെ സ്കൂളിലോട്ട് പോവുകയാണ്. സ്കൂളിലോട്ട് പോയതിന് ശേഷം ഇവരെ ഹസ്ബൻഡ് ഇവളെ 12:30 വിളിക്കുകയാണ്. വിളിക്കുന്ന ടൈമിന് ഇവളെ ഫോണാണെങ്കിലോ എടുക്കുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ സ്കൂളിലുള്ള വേറെ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണ്. കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിലാണ് പറഞ്ഞത് 12:30 അവൾ ഇവിടെ നിന്നും ഇറങ്ങി പോയിട്ടുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ തിരിച്ചു വരുമെന്നായിരുന്നു പറഞ്ഞത്. ഇവൾ തിരിച്ചു വന്നില്ല. ഇവളെ മൊബൈലിലാണ് വിളിച്ചിട്ട് ഇവർക്ക് കിട്ടുന്നുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോകേഷ് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. ഈ സംഭവം നടക്കുന്നത് കർണാടക മാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും പിന്നീട് അവിടെ നിന്ന് പോലീസുകാർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ്. പിന്നീട് പോലീസുകാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഇവളെ സ്കൂട്ടർ കണ്ടുപിടിക്കുന്നത്. ഇവളെ സ്കൂട്ടർ കണ്ടുപിടിക്കുകയും പിന്നീട് പോലീസുകാർ ഇത്തരത്തിൽ തന്നെ അന്വേഷണം മുഴുവൻ അലസതയാക്കുകയും ചെയ്യുകയാണ്. പോലീസുകാരുടെ അന്വേഷണം ഒരിക്കലും മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ ലോകേഷിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ലോകേഷിന്റെ നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഈ സ്കൂട്ടർ ലഭിച്ച സ്ഥലത്ത് നിന്നും ഇവർ അന്വേഷണം തുടങ്ങിയാണ്. അന്വേഷണം തുടങ്ങിയപ്പോൾ കുറച്ചങ്ങ് മാറിയിട്ട് തന്നെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതായി ഇവർ കണ്ടു. അതൊക്കെ കൊണ്ട് തന്നെ ആ സ്ഥലത്തോട്ട് ഇവർ പോവുകയും ചെയ്തു. അന്നേ സ്ഥലത്ത് ഒരു മണ്ണിന് വ്യത്യാസം കണ്ടപ്പോൾ തന്നെ ഇവരവിടെ കുഴിച്ചു നോക്കിയാണ്. കുഴിച്ചു നോക്കിയപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ലോകേഷിന്റെ ഭാര്യയുടെ മുഖം ചതഞ്ഞ രീതിയിൽ കൊല്ലപ്പെട്ട ദീപികയായിരുന്നു ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു. ദീപികയുടെ മിസ്സിംഗ് കേസ് പിന്നീട് മർഡർ കേസായി മാറുകയും ചെയ്തു. പിന്നീട് പോലീസുകാർക്ക് വളരെയധികം വലിയ രീതിയിലുള്ള തലവേദന ആവുകയാണ് ചെയ്തത്. പട്ടാപ്പകൽ തന്നെ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ തന്നെ കാണാതായിപ്പോയി. അത് സ്ത്രീ മാത്രമല്ല, ഒരു സ്കൂൾ ടീച്ചറും കൂടിയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇത്തരത്തിൽ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഈ കേസ് പ്രഷറൈസ് ആവുകയാണ്. പോലീസുകാരുടെ അലസത കാരണം നാട്ടുകാരാണ് ബോഡി കണ്ടുപിടിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ ദീപികയുടെ മർഡർ കേസ് അന്നത്തെ ടൈമിന് കർണാടകയിൽ ഫേമസ് ആയിക്കൊണ്ട് തന്നെ മീഡിയകൾ ഏറ്റെടുക്കാനും തുടങ്ങി. ഇത്തരത്തിൽ തന്നെ പോലീസുകാർക്ക് വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രഷറൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്നെ ദീപികയെ കൊലപാതകം ചെയ്തതിൻ്റെ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും പോലീസുകാർ നടത്തിക്കൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ തന്നെ പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവളെ മിസ്സിംഗ് ആയതിന്റെ തലേ ദിവസം ഇവളെ ഹസ്ബൻഡായ ലോകേഷുമായി ഇവർ രണ്ടുപേരും മയക്കിട്ടിട്ടുണ്ട് എന്ന്. അത്തരത്തിൽ തന്നെ ലോകേഷാണ് ഇത്തരത്തിൽ തന്നെ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി ബോഡി കണ്ടുപിടിച്ചത്. ഇതൊക്കെ കൂടി തന്നെ ലോകേഷാണ് കൊന്നത് എന്ന തരത്തിലുള്ള ഫൈൻഡിങ്ങിലോട്ട് പോലീസുകാർ എത്തുകയും പിന്നീട് ലോകേഷിനെ നേരെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ തന്നെ ലോകേഷിനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ പോലീസുകാർ ലോകേഷിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് ആരെയും സംശയമുണ്ടോ എന്ന്. അത്തരത്തിൽ തന്നെ അവൻ ഒരു പേര് പറയുകയാണ്. 22 വയസ്സുള്ള നിതീഷ് എന്ന് പറയുന്ന ഒരു ചെക്കൻ്റെ പേര് പറയുകയും ചെയ്തു. ടീച്ചറിനെ നോക്കാണ്, സെലിബ്രിറ്റിയാണ്. അതുപോലെ തന്നെ ഇവന്റെ സ്കൂളിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റും കാര്യങ്ങളുമാണ് ഈ നിതീഷ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടന്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് ദീപിക. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിതീഷുമായി റിലേഷൻഷിപ്പിലാകുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഉദ്ദേശിച്ചത് ഇവർ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്ത് ഏർപ്പെടുകയും പിന്നീട് നിതീഷാണ് ദീപികക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കല്. പിന്നീട് ദിവസങ്ങളോളം ഇത് മുന്നോട്ട് പോവുകയും ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള 2 ആളുകൾ തമ്മിൽ, പെണ്ണും ആണും തമ്മിൽ പരസ്പരം എന്തെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. അത്തരത്തിൽ തന്നെ അവരെക്കുറിച്ചും അവിടെ പഴുത്തുകയാണ്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഴുത്തുകയും പിന്നീട് ഇവരെ ഫാമിലീസ് തീരുമാനിക്കുകയാണ്, എന്തായാലും ദീപിക ഇനി അവരുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ബന്ധവും കാര്യങ്ങളും നിനക്ക് വേണ്ട. ഇതൊക്കെ കൊണ്ട് തന്നെ നീ എന്താക്കണം, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഇവ കട്ടാക്കിയേക്ക് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവനെ വിളിച്ച് പറയുകയാണ്, ഇനി നീ എന്നെ വിളിക്കരുത്, നമ്മളെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാട്സപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്തു. പിന്നീട് ഇവൻ ഇങ്ങനെ നോക്കുന്ന ടൈമിനാണ് ഇവനിക്ക് മനസ്സിലായത് കോളിങ്ങിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്ന്. ഇവൻ്റെ ബർത്ത്ഡേ ടൈം ആയ ടൈമിന് തന്നെ ഇവൻ വിളിക്കുകയാണ്. ദീപിക വിളിച്ചതിന് ശേഷം പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന്. അപ്പോൾ ദീപിക ഇവനെ വിഷ് ചെയ്യുകയാണ്. വിഷ് ചെയ്തതിന് ശേഷം പറയുകയാണ്, നീ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം നീ എന്നെ നേരിട്ട് എന്നെ വിഷ് ചെയ്യണം എന്ന തരത്തിൽ തന്നെ ഇവൻ വാശി പിടിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനുവരി 20 ഉച്ചക്ക് 12:30 അവന് വിഷ് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് ആൾക്കാരെല്ലാം ഉള്ള ഒരു ബീച്ച് സൈഡിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ഇവരുടെ സംസാരം പിന്നീട് വേറെ തലത്തിലോട്ട് പോവുകയും പിന്നീട് രണ്ടുപേരും വളരെയധികം വലിയ രീതിയിലുള്ള ഒരു
വഴക്കാവുകയും ചെയ്യുകയാണ്. ദീപിക ഇവന്റെ മുഖത്തോട്ട് അടിക്കുകയും ചെയ്തു. മുഖത്തടിച്ചത് കൊണ്ട് തന്നെ പിന്നീട് അവിടെയുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. പെട്ടെന്ന് തന്നെ ഇവൻ ഇവിടെ നിന്നും ഈ കാര്യങ്ങളൊക്കെ പിന്നീട് പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവളടുത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ വേറെ സ്ഥലത്തോട്ട് ഇവർ രണ്ടുപേരും പോവുകയാണ്. അവിടെ നിന്ന് രണ്ടുപേരും സംസാരിച്ച് പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള വഴക്കാകുകയാണ്. വഴക്കായതിനു ശേഷം പിന്നീട് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കിയപ്പോൾ അവളുടെ കഴുത്തിലുള്ള ഷാള് പിടിച്ച് പിരിച്ചു. അപ്പോൾ അവൾ അവിടെ നിലത്ത് വീഴുകയാണ്. അവിടെയുള്ള ഒരു വലിയ കല്ലെടുത്ത് അവളെ മുഖത്തോട്ട് എറിഞ്ഞു. മുഖം മുഴുവൻ ചതഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് ആ ഷാള് വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്യുകയാണ്. പിന്നീട് അന്നേ സ്ഥലത്ത് അങ്ങോട്ട് തന്നെ കുറെ മാറിയിട്ട് തന്നെ അവളെ ബോഡി അവൻ കുഴിച്ചുവിടുകയും ചെയ്തു. ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവന്റെ ഫോൺ കോൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവന്റെ അച്ഛൻക്ക് ഇവൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് മെസ്സേജിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: അച്ഛ, ഞാനൊരു പ്രശ്നത്തിനകത്ത് പെട്ട് കിടക്കുകയാണ്. അനിത്യയുടെ കല്യാണത്തിന് എനിക്ക് വരാൻ സാധിക്കില്ല എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇത്തരത്തിൽ തന്നെ ഇവന്റെ മൊബൈൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഇവന്റെ മൊബൈൽ ഫോൺ ഓൺ ആവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഇവന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുകയും പിന്നീട് പോലീസുകാർ ഇവനെ നേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരെടുത്ത് ഇവൻ പറയുകയും ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊരു നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.